അല്ലല്ലോ ഈ നമസ്കാരം നമുക്ക് തന്നത്, നോമ്പ് അല്ലാഹു നമുക്ക് തന്നത്, എല്ലാം അല്ലാഹു ഈ റമദാനിലെ പ്രത്യേക ഇബാദത്തുകളൊക്കെ നമുക്ക് സമ്മാനിച്ചത് നമ്മുടെ പാപങ്ങൾ പൊറുപ്പിച്ച് അല്ലാഹുവിന്റെ സ്വർഗത്തിലേക്ക് നമ്മളെ ചേർക്കുന്നതിന് വേണ്ടിയാണ്. അവസാനം പ്രിയപ്പെട്ട സഹോദരന്മാരെ, വമൻ അദറക റമദാൻ, പരിശുദ്ധമായ റമദാൻ മാസം സമാഗതമായിട്ട് ഫലം യുഗ്ഫർ ലഹു, പാപങ്ങൾ പൊറുക്കപ്പെടാതെ ആരെങ്കിലും മരിച്ചുപോയാൽ അല്ലാഹുവിന്റെ ശാപം അവനുണ്ടാകട്ടെ എന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ 114 മുമ്പ് മദീനത്തെ പള്ളിയുടെ പവിത്രമായ മിമ്പറിന്റെ പടികളിൽ നിന്നുകൊണ്ട് ആമീൻ പറഞ്ഞെങ്കിൽ അത് പ്രാർത്ഥിച്ചത് ജിബ്രീൽ. പരിശുദ്ധ റമദാൻ വന്നു, പാവങ്ങൾ പൊറുക്കപ്പെടാതെ ഒരാൾ മരിച്ചുപോയാൽ എന്ന് പറഞ്ഞാൽ റമദാൻ മാസത്തിൽ തോന്നിവാസം ജീവിച്ചു, നോമ്പ് പിടിക്കാതെ, തറാവീഹ് നമസ്കരിക്കാതെ, ഒരു ഖുർആൻ ഒരു പേജ് പോലും ഓതാതെ തോന്നിവാസം ജീവിച്ചാൽ, പരിശുദ്ധ റമദാനിന്റെ പവിത്രത നഷ്ടപ്പെടുത്തി കളഞ്ഞ് അവഹേളിച്ചുകൊണ്ട് ജീവിച്ചാൽ അള്ളാഹുവിന്റെ ശാപം അവനുണ്ടാകട്ടെ. പ്രിയപ്പെട്ട സഹോദരന്മാരെ, പരിശുദ്ധമായ റമദാനിലെ അനുഗ്രഹീതമായ രണ്ടാമത്തെ വെള്ളിയാഴ്ചയാണ് നാം നിലകൊള്ളുന്നത്. അള്ളാഹുവിന്റെ അനുഗ്രഹത്താൽ റഹ്മത്തിന്റെ 10 ദിനരാത്രങ്ങൾ നമ്മളോട് വിട പറഞ്ഞു. മഗ്ഫിറത്ത് ചോദിക്കേണ്ട ബഹുമാനപ്പെട്ട റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഔസതുഹു മഗ്ഫിറ, അതിന്റെ മധ്യഭാഗം മഗ്ഫിറത്താണെന്ന് വിശേഷിപ്പിച്ച അനുഗ്രഹീതമായ പാപമോചനത്തിന്റെ രാപകങ്ങളാണ് നാം കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. പ്രിയപ്പെട്ട സഹോദരന്മാരെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കെന്തിനാണ് പരിശുദ്ധമായ റമദാൻ മാസവും ആ റമദാൻ മാസത്തിലെ പ്രത്യേകമായ ഇബാദത്തുകളും നൽകിയത്? അതിന്റെ ഒറ്റ ഉത്തരം, പാവക്കറകളാൽ മലിനമായ, മലീമസമായ, കറുത്തിരുണ്ടുപോയ, കറ പിടിച്ചു പോയ നമ്മുടെ മനസ്സുകളെ, നമ്മളുടെ അകതാരിനെ വിമലീകരിച്ച് മാലിന്യമുക്തമാക്കി സ്ഫടിക സമാനമാക്കാൻ വേണ്ടിയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല റമദാനും ആ റമദാനിന്റെ ഇബാദത്തുകളും നമുക്ക് നൽകിയത്. നമ്മുടെ പാപങ്ങൾ പൊറുപ്പിക്കാൻ വേണ്ടി, ആ പാപ മോചനത്തിലൂടെ അള്ളാഹുവിന്റെ സ്വർഗം നമുക്ക് സമ്മാനിക്കാനാണ് വിശുദ്ധ റമദാൻ നമുക്ക് നൽകിയത്. പ്രിയപ്പെട്ട സഹോദരന്മാരെ, ബഹുമാനപ്പെട്ട റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, മൻ സാമ റമദാന ഈമാനൻ വഹ്തിസാബൻ ഗുഫിറ ലഹു മാ തഖദ്ദമ മിൻ ദംബി. പരിശുദ്ധമായ റമദാനിന്റെ പകലിലുള്ള വ്രതാനുഷ്ഠാനം, ഉപവാസം, എന്തിനാണ് അല്ലാഹു തആല നമുക്ക് നോമ്പ് തന്നത്? ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, ആരെങ്കിലും വിശ്വാസത്തോടുകൂടി പ്രതിഫലം കാക്ഷിച്ചുകൊണ്ട് പരിശുദ്ധമായ റമദാനിന്റെ പകലുകളിലുള്ള നോമ്പനുഷ്ഠിച്ചാൽ അവന്റെ കഴിഞ്ഞുപോയ ജീവിത കാലഘട്ടത്തിൽ വന്നുപോയ പാപങ്ങൾ അത് മുഖേന അല്ലാഹു സുബ്ഹാനഹു വ തആല പുറത്തു കൊടുക്കും. ഒരു ഹദീസ്. അപ്പൊ നോമ്പ് പിടിക്കുന്നത് പാപങ്ങൾ പൊറുപ്പിക്കപ്പെടാൻ വേണ്ടിയാണ്. രണ്ടാമത്തെ ഹദീസ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, മൻ ഖാമ റമദാന ഈമാനൻ വഹ്തിസാബൻ ഗുഫിറ ലഹു മാ തഖദ്ദമ മിൻ ദംബി. രാത്രി കാലത്തുള്ള തറാവീഹ് നമസ്കാരം ഈമാനോടുകൂടി പ്രതിഫലം കാംക്ഷിച്ചുകൊണ്ട് ഒരാൾ നിർവഹിച്ചാൽ അവന്റെയും കഴിഞ്ഞുപോയ പാപങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല പുറത്തു കൊടുക്കുന്നതാണ്. മൂന്നാമത്തെ ഹദീസ്, നമ്മളിലേക്ക് സമാഗതമായി കൊണ്ടിരിക്കുന്ന പരിശുദ്ധമായ ലൈലത്തുൽ ഖദർ. ഈ ലൈലത്തുൽ ഖദർ ആരെങ്കിലും ധന്യമാക്കിയാൽ അവന്റെയും കഴിഞ്ഞകാല പാപങ്ങൾ അല്ലാഹു പുറത്തു കൊടുക്കുമെന്ന് അഷ്റഫുൽ ഖൽഖ് നബി മുഹമ്മദ് മുസ്തഫ. അപ്പൊ എന്തിനാണ് നമുക്ക് റമദാൻ തന്നത്? നമ്മുടെ പാപങ്ങൾ
പൊറുപ്പിക്കാൻ വേണ്ടിയാണ്. പ്രിയപ്പെട്ടവരെ, ഈ റമളാൻ എന്ന വാക്കിന്റെ അർത്ഥം തന്നെ കരിച്ചു കളയുന്നത് എന്നാണ്. പാപങ്ങളെ കരിച്ചു കളയുന്ന മാസം എന്ന അർത്ഥത്തിലാണ് ഈ മാസത്തിന് അല്ലാഹു റമളാൻ എന്നും പേര് വെച്ചിരിക്കുന്നത്. റമളാൻ മുഴുവനും പാപമോചനത്തിന്റെ സന്ദർഭങ്ങളാണ്. പ്രത്യേകിച്ച് നാം നിലകൊള്ളുന്ന ഈ രണ്ടാമത്തെ 10, ഈ 10നെ സംബന്ധിച്ചാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞത് വഔസതുഹു മഗ്ഫിറ. അതിന്റെ രണ്ടാം ഭാഗം പാപമോചനത്തിന്റെ 10കളാണ്. പാപമോചനത്തിന്റെ 10കളിലൂടെയാണ് നാം കടന്നു പോകുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് പരിപൂർണമായ പാപമോചനം നസീബാക്കുമാറാകട്ടെ. പ്രിയപ്പെട്ടവരെ, അല്ലാഹുവിന്റെ സ്വർഗത്തിലേക്ക് നമുക്ക് എത്തിച്ചേരണമെങ്കിൽ നാം പാപമുക്തരായി മാറണം. പാപപങ്കിലമായ ജീവിതം നയിക്കുന്നവർക്ക് ഒരിക്കലും അല്ലാഹുവിന്റെ സ്വർഗം ലഭ്യമല്ല, അല്ലാഹുവിന്റെ കാരുണ്യം ലഭ്യമല്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്തു ആല ഇംറാൻ 133-ാമത്തെ ആയത്തിലൂടെ അല്ലാഹു പറയുന്നത് വസാരിഉ ഇലാ മഗ്ഫിറത്തിൻ മിർ റബ്ബികും വജന്നത്തിൻ അർളുഹസ് സമാവാതു വൽ അർള് ഉഇദ്ദത് ലിൽ മുത്തഖീൻ. അല്ലാഹു പറയുന്നു വസാരിഉ, സത്യവിശ്വാസികളെ, നിങ്ങൾ രക്ഷിതാവിങ്കൽ നിന്നുള്ള പാപമോചനത്തിലേക്കും ആകാശഭൂമിയോളം വിശാലമായ സ്വർഗത്തിലേക്കും നിങ്ങൾ ധൃതി കൂട്ടണം. അള്ളാഹു നമ്മളോട് പറയുകയാണ്, അള്ളാഹുവിന്റെ പാപമോചനത്തിലേക്ക്, ആകാശഭൂമികളുടെ വിശാല വിസ്തൃതിയുള്ള സ്വർഗത്തിലേക്ക് നിങ്ങൾ ധൃതി കൂട്ടണം എന്ന് പറഞ്ഞാൽ പാപമോചനം കിട്ടുന്ന അമലുകൾ നിങ്ങൾ ധൃതി കൂട്ടി ചെയ്യണം. അങ്ങനെ പാപമോചനം കൈവരിച്ച് നിങ്ങൾക്ക് അല്ലാഹുവിന്റെ വിശാലമായ സ്വർഗത്തിലേക്ക് നിങ്ങൾ ധൃതിയാകണം. ഇവിടെ അല്ലാഹു തആല സ്വർഗത്തെ കുറിച്ച് പറഞ്ഞത് ആർക്കാണ്? ആദ്യം അല്ലാഹു പാപമോചനത്തെ കുറിച്ച് പറഞ്ഞു. ആ പാപമോചനത്തെ കുറിച്ച് പറഞ്ഞിട്ട് അല്ലാഹു പറഞ്ഞു വജന്നത്തിൻ, സ്വർഗത്തെ കുറിച്ച് പറഞ്ഞു. പ്രിയപ്പെട്ടവരെ, പാപമോചനത്തിലൂടെ മാത്രമേ സ്വർഗപ്രവേശനം സാധ്യമാകുകയുള്ളൂ എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ആയത്തിലൂടെ നമ്മളെ പഠിപ്പിക്കുന്നത്. സൂറത്തുൽ ഹദീദിൽ ഇതിന് സമാനമായ മറ്റൊരായത്ത് നമുക്ക് കാണാൻ കഴിയും. സാബിഖൂ ഇലാ മഗ്ഫിറത്തിൻ മിർ റബ്ബികും വജന്നത്തുൻ അർളുഹാ കഅർളിസ് സമാഇ വൽ അർള്. അല്ലാഹു പറയുന്നു, സാബിഖൂ, നിങ്ങൾ മുൻകടന്നു വരുവീൻ. സാരിഖൂ, നിങ്ങൾ ധൃതി കൂട്ടുവീൻ. സാബിഖൂ, നിങ്ങൾ മുൻകടന്നു വരുവീൻ. എങ്ങോട്ടാണ് മുൻകടന്ന് പറയേണ്ടത്? ഇലാ മഗ്ഫിറത്തിൻ മിർ റബ്ബികും, നിങ്ങളുടെ രക്ഷിതാവിങ്കൽ നിന്നുള്ള പാപമോചനത്തിലേക്ക്, വജന്നത്തിൻ, സ്വർഗത്തിലേക്ക് നിങ്ങൾ മുൻകടന്നു വരണം. അർളുഹാ കഅർളിസ് സമാഇ വൽ അർള്, ആ സ്വർഗത്തിന്റെ വിശാലത, അതിന്റെ വിസ്താരം ആകാശത്തിന്റെയും ഭൂമിയുടെയും വിസ്താരം പോലെയാകുന്നു. അല്ലാഹുവിന്റെ സ്വർഗം, ആകാശഭൂമിയുടെ വിശാലത, ആകാശഭൂമിയുടെ വിസ്താരം. പ്രിയപ്പെട്ടവരെ, അതൊന്നുമല്ല സ്വർഗം. നമ്മുടെ കാഴ്ചപ്പാടിൽ, നമ്മുടെ അറിവിൽ, നമ്മുടെ ദൃഷ്ടിയിൽ ഏറ്റവും വിശാലമായത് ആകാശമാണ്, ഭൂമിയാണ്. നമ്മുടെ അറിവിൽ ആകാശഭൂമിയാണ് ഏറ്റവും വലിപ്പമുള്ളതായി, വിശാലമായതായിട്ട് നമുക്ക് അറിവുള്ളൂ. അതുകൊണ്ട് നമുക്ക് പരിചയമുള്ള ആകാശഭൂമികളെ പരിചയപ്പെടുത്തിക്കൊണ്ട് അല്ലാഹു പറയുന്നു, സ്വർഗത്തിന്റെ വീതി, വിശാലത, അതിന്റെ വിശാലതയും വിസ്തൃതിയും വിസ്താരവും ആകാശഭൂമിയുടെ വിശാലതയാണ്, ആകാശഭൂമിയുടെ വിസ്താരമാണ്. ഇവിടെ അല്ലാഹു സുബ്ഹാനഹു വ തആല രണ്ടായത്തിലൂടെ നിങ്ങൾ നന്നായിട്ട് ശ്രദ്ധിക്കണം. അല്ലാഹു തആല ആദ്യം പറഞ്ഞത് ഇലാ മഗ്ഫിറ, പാപമോചനം. പാപമോചനം കൈവരിച്ചാൽ മാത്രമേ, പ്രിയപ്പെട്ടവരെ, ആകാശഭൂമിയുടെ വിസ്താരമെന്നും ആകാശഭൂമിയുടെ വിശാലത എന്നൊക്കെ പരിചയപ്പെടുത്തിയ
ആ സ്വർഗപ്രവേശനം സാധ്യമാകുകയുള്ളൂ. നമ്മളൊക്കെ സ്വർഗത്തിൽ നിന്ന് വന്നവരാണ്, സ്വർഗത്തിലേക്ക് മടങ്ങേണ്ടവരുമാണ്. ഈ ലോകം നശ്വരമാണ്. വൽആഖിറതു ഖൈറും വഅബ്ക. നശ്വരവും നൈമിഷികവുമായ ശാശ്വതമായ ജീവിതം പരലോക ജീവിതമാണ്, സ്വർഗ ജീവിതമാണ് എന്ന് വിശുദ്ധമായ ഖുർആൻ ശരീഫ് പഠിപ്പിക്കുമ്പോൾ ഈ പരിശുദ്ധ റമളാനിലൂടെ നമ്മൾ നേടിയെടുക്കേണ്ടത് അള്ളാഹുവിൻ്റെ പാപമോചനം, അവന്റെ കാരുണ്യം, സ്വർഗപ്രവേശനമാണ്. അള്ളാഹു നമുക്ക് ഈ 3 അനുഗ്രഹവും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അതിനാണ് പ്രിയപ്പെട്ടവരെ നമ്മൾ നോമ്പ് പിടിക്കുന്നത്. അതിനാണ് രാത്രി കാലങ്ങളിൽ ഉറക്കമൊഴിച്ച് നമ്മൾ തറാവീഹ് നമസ്കരിക്കുന്നത്. അതിനാണ് റമദാനിലെ മറ്റു പുണ്യപ്രവർത്തനങ്ങളൊക്കെ നമ്മൾ ചെയ്യുന്നത്. പരിശുദ്ധമായ റമദാൻ മാസം, ഈ റമദാൻ മാസം എന്ന് പറയുന്നത് റേഡിയേഷൻ തെറാപ്പിയുടെ മാസമാണെന്നാണ് പറയുന്നത്. നമ്മുടെ ഇന്നത്തെ ഭാഷയിൽ പറഞ്ഞ റേഡിയേഷൻ തെറാപ്പി എന്താണ്? കറ പിടിച്ചു കറുത്തുപോയ മനസ്സുകളെ വിമലീകരിച്ച് മാലിന്യമുക്തമാക്കി സ്ഫടിക സമാനമാക്കി പരിശുദ്ധയോടെ ആ ഹൃദയത്തെ മാറ്റിയെടുക്കുന്നതിന്, കറ പിടിച്ച ആ മനസ്സിനെ, ആ പാപക്കറകൾ കൊണ്ടും മലിനമായ മനസ്സിനെ റമളാനാകുന്ന റമളാനിലൂടെ റേഡിയേഷൻ തെറാപ്പി ചെയ്ത് ആ മനസ്സിനെ സംസ്കരിക്കുക. അതിനാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ റമളാൻ നമുക്ക് നൽകിയത്. അതുകൊണ്ട് റമളാൻ മാസം പ്രിയപ്പെട്ടവരെ, നമ്മുടെ പാപങ്ങളൊക്കെ പൊറുപ്പിക്കപ്പെടുന്ന കർമ്മങ്ങളുമായിട്ട് നമ്മൾ ബന്ധപ്പെടണം. ഞാൻ ഈ റമളാൻ തുടങ്ങുന്നതിന് മുമ്പ് ഞാൻ പറഞ്ഞു, റമളാൻ ഒരു ചാൻസ് ആണ്, ഒരു അവസരമാണ്. ഇനി വരുന്ന ഒരു റമളാൻ നമുക്കിതുപോലെ ഒത്തുകൂടാമെന്നോ ആ റമളാനിൽ ജീവിച്ചിരിക്കാമെന്നോ, ജീവിച്ചിരുന്നാൽ തന്നെ ആരോഗ്യത്തോടെ ജീവിച്ചിരിക്കാമെന്നോ നമുക്ക് ആർക്കും അറിയില്ല. അതുകൊണ്ട് അല്ലാഹു സമ്മാനമായി നമ്മുടെ കൈകളിൽ കൊണ്ടുവന്നു വെച്ച് തന്ന ഈ വിശുദ്ധ റമളാൻ ഇതൊരു വലിയ അവസരമാണ്. ഈ അവസരം ഇനി എനിക്ക് കിട്ടിയില്ലെങ്കിലോ എന്ന ചിന്തയോടെ ഈ റമളാനെ പ്രിയപ്പെട്ടവരെ ഉപയോഗപ്പെടുത്താൻ, ഇതിനെ പരമാവധി ഈ റമളാനെ നമ്മൾ പ്രയോജനപ്പെടുത്താൻ നമ്മൾ തയ്യാറാകണം. നോമ്പ് പിടിക്കുന്നതോടൊപ്പം ഇനി പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ ഉണർത്താൻ വേണ്ടിയാണ് ഇന്ന് ഞാൻ ഉദ്ദേശിക്കുന്നത്. പ്രിയപ്പെട്ട സഹോദരന്മാരെ, നമ്മൾ റമളാനിന്റെ പകലുകളിലൊക്കെ നോമ്പ് പിടിക്കുന്നവരാണ്. പക്ഷെ നോമ്പ് അധികം ആളുകളും പിടിക്കും. റമളാൻ മാസത്തിലും അതല്ലാത്ത മാസത്തിലും ഒക്കെ നമുക്ക് നിർബന്ധമായ ഒരു കർമ്മമാണല്ലോ നമസ്കാരം. പക്ഷേ വളരെ വിരോധാഭാസം എന്ന് പറയട്ടെ, പകല് മുഴുവനും പട്ടിണിയിരിക്കുന്ന സഹോദരന്മാര് പോലും നമസ്കാരത്തിന്റെ കാര്യത്തിൽ കൃത്യനിഷ്ഠയില്ല. ഒരു വലിയൊരു കാര്യമാണ്. നോമ്പ് പിടിക്കും, നമസ്കരിക്കൂല. എത്രയോ സഹോദരന്മാർ ഇടയത്താഴം കഴിച്ചിട്ട് സുബഹി നമസ്കാര സമയത്ത് കിടന്നുറങ്ങി സുബഹി നമസ്കാരം നഷ്ടപ്പെടുത്തി കളയുന്ന എത്രയോ സഹോദരന്മാരുണ്ട്. അതുപോലെ നോമ്പ് തുറന്നു കഴിഞ്ഞ് മറ്റ് ഭൗതിക സംസാരങ്ങളിലും വിനോദങ്ങളിലും മൊബൈലുമൊക്കെയായിട്ടിരുന്ന് രാത്രി സമയത്തെ ഇശാ നമസ്കാരത്തിന്റെ ജമാഅത്ത് നഷ്ടപ്പെടുത്തി കളയുന്ന ഒരുപാട് സഹോദരന്മാരുണ്ട്. പ്രിയപ്പെട്ടവരെ, ഇശാ നമസ്കാരത്തിന് ജമാഅത്തിൽ പങ്കെടുക്കൂല. അവർ വരുന്നതപ്പറ ഒരു വിഭാഗം ആളുകൾ തറാവീഹ് നമസ്കാരം പകുതിയാകുമ്പോൾ, 8 റക്അത്ത് കഴിയുമ്പോൾ, അല്ലെങ്കിൽ വിത്ർ നമസ്കാരത്തിന്റെ തൊട്ടു മുമ്പ് ഇശാ നമസ്കാരത്തിന്റെ ജമാഅത്ത് അവസാനിച്ചു കഴിയുമ്പോൾ, ഇതിൽ ഏറ്റവും വലിയ തമാശ എന്ന് പറയുന്നത്, ഇശാ നമസ്കാരം തറാവീഹ് നമസ്കരിച്ചു നടക്കുന്ന സമയത്താണ് കയറി വരുന്നതെങ്കിൽ ഇശാ നിസ്കരിക്കുകയല്ല. ഇശാ നിസ്കരിക്കാതെ തറാവീഹ് നമസ്കാരത്തിൽ പങ്കെടുക്കും. ഇശാ നമസ്കാരം ഫർളാണ്, തറാവീഹ് നമസ്കാരം സുന്നത്താണ്. ഈ സുന്നത്തായ തറാവീഹ് നമസ്കാരത്തിൽ പങ്കെടുക്കുന്ന ചില ആളുകൾ ഇശാ നിസ്കരിക്കൂല. മറ്റു ചില ആളുകൾ ഇശാ നമസ്കാരത്തിന് വരും, 8 റക്അത്താവുമ്പം ഇറങ്ങിപ്പോകും. ഈ 8 റക്അത്താവുമ്പം ഇറങ്ങിപ്പോകുന്ന ആളുകൾ വിത്ർ നമസ്കരിക്കുകയില്ല.
ഇശാ നമസ്കാരത്തോടൊപ്പം നിർബന്ധമായി അനുഷ്ഠിക്കേണ്ട നിസ്കരിക്കേണ്ട നിസ്കാരമാണ് വിത്ർ നമസ്കാരം. ആ വിത്ർ നമസ്കരിക്കുക. ഈ നമസ്കാരം, ഈ രീതിയിൽ നമസ്കാരത്തിൽ അലസത കാണിക്കുന്നവർ അവർ നോമ്പ് പിടിച്ചിട്ടൊരു കാര്യമില്ല. അവരുടെ നോമ്പ് സ്വീകരിക്കണമെങ്കിൽ പ്രിയപ്പെട്ടവരെ നമസ്കാരം കൃത്യനിഷ്ഠയോടുകൂടി നിർവഹിക്കണം. വിത്ർ നമസ്കാരം വളരെ പ്രധാനപ്പെട്ട നമസ്കാരമാണ്. ബഹുമാനപ്പെട്ട റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ഇന്നല്ലാഹ വിത്ർ യുഹിബ്ബുൽ വിത്ര. അല്ലാഹു ഒറ്റയാണ്, അവൻ ഒറ്റയെ ഇഷ്ടപ്പെടുന്നു. വിത്ർ 3 റക്അത്താണ്. ഫഅബ്തിറു യാ അഹ്ലൽ ഖുർആൻ, ഖുർആനിന്റെ ആളുകളെ നിങ്ങൾ വിത്ർ നമസ്കരിക്കണം. ഇന്നല്ലാഹ അമദ്ദകും ബി സലാത്തിൻ ഹിയ ഖൈറുൽ ലക്കും മിൻ ഹുംറിൻ നഅം. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, അല്ലാഹു ഒരു നമസ്കാരം നൽകി നിങ്ങളെ അനുഗ്രഹിച്ചിരിക്കുകയാണ്. ഏതാണ് പ്രിയപ്പെട്ടവരെ ആ നമസ്കാരം? ഹിയ ഖൈറും മിൻ ഹുംറിൻ നഅം. ചുവന്ന ഒട്ടകങ്ങൾ നിങ്ങൾക്ക് ലഭിക്കുന്നതിനേക്കാൾ ഉത്കൃഷ്ടമാണ് ആ നമസ്കാരം. അറബികൾക്ക് ഒട്ടകം വളരെ പ്രിയപ്പെട്ടതാണ്. അത് പ്രത്യേകിച്ച് ചുമന്ന ഒട്ടകത്തിനോട് വലിയ താല്പര്യമാണ് അവർക്ക്, വലിയ ഡിമാൻഡാണ് ചുമന്ന ഒട്ടകം. ആ ചുമന്ന ഒട്ടകം കിട്ടുന്നതിനേക്കാൾ നിങ്ങൾക്ക് ഉത്കൃഷ്ടമായ ഒരു നമസ്കാരം നൽകി അള്ളാഹു നിങ്ങളെ അനുഗ്രഹിച്ചിരിക്കുന്നു എന്ന് മഹാനായ പ്രവാചകൻ മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇന്ന് നമ്മുടെ ഭാഷ പറഞ്ഞാൽ ഒരു ബെൻസ് കാറ് കിട്ടുന്നതിനേക്കാൾ നിങ്ങൾക്ക് ഉത്തമമായ ഒരു നമസ്കാരമുണ്ട്. ആ നമസ്കാരത്തെ കുറിച്ച് പ്രവാചകൻ ആ നമസ്കാരത്തിന്റെ മാഹാത്മ്യങ്ങളും അതിന്റെ സവിശേഷതകളും ഇങ്ങനെ പറഞ്ഞപ്പോൾ ബഹുമാനപ്പെട്ട സഹാബത്ത് ചോദിച്ചു, ചുമന്ന ഒട്ടകം കിട്ടുന്നതിനേക്കാൾ ഉത്കൃഷ്ടമാണ് എന്ന് നബിയെ താങ്കൾ പരിചയപ്പെടുത്തിയ ആ നമസ്കാരം ഏതാണ്? അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞു, അൽ വിത്റു മാ ബൈന സലാത്തിൽ ഇശാഇ ഇലാ തുലൂഇൽ ഫജ്ർ. അത് വിത്ർ നമസ്കാരമാണ്. വിത്ർ നമസ്കാരം എപ്പോഴാണ് വിത്ർ നമസ്കരിക്കണ്ടേ? ഇശാ നമസ്കാരം കഴിഞ്ഞത് മുതൽ സുബഹിക്ക് ബാങ്ക് വിളിക്കുന്നതിന് തൊട്ടു മുമ്പ് വരെ വിത്ർ നമസ്കരിക്കാം. ഈ വിത്ർ നമസ്കാരമാണ്. ഈ വിത്ർ നമസ്കാരം കൊണ്ട് അല്ലാഹു നിങ്ങളെ അനുഗ്രഹിച്ചിരിക്കുന്നു എന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കും. ആ വിത്ർ നമസ്കാരം റമളാൻ മാസത്തിൽ നമ്മൾ നഷ്ടപ്പെടുത്തി കളയുകയാണ്. എന്നാലോചിച്ച് നോക്കി പ്രിയപ്പെട്ടവരെ, കർമ്മശാസ്ത്ര പണ്ഡിതന്മാര് പറയുന്നു, ഒരാൾക്ക് ഇശാ നമസ്കാരം നഷ്ടപ്പെട്ടു പോയാൽ ആ ഇശാ നമസ്കാരം ഖളാ വീട്ടുമ്പോൾ ആ ഖളാ വീട്ടുന്നതിനോടൊപ്പം വിത്ർ നമസ്കാരവും ഖളാ വീട്ടണം. ഹനഫി മദ്ഹബ് പ്രകാരം വിത്ർ നമസ്കാരം വാജിബാണ്, ഒഴിച്ചുകൂട്ടാൻ പാടില്ലാത്തതാണ്. ഷാഫി മദ്ഹബിൽ അത് വിത്ർ, അത് സുന്നത്താണ്. പക്ഷേ ഹനഫി മദ്ഹബിൽ വാജിബായ നമസ്കാരങ്ങൾ 2 എണ്ണമാണ്. ഒന്ന് വിത്ർ നമസ്കാരവും രണ്ട് പെരുന്നാൾ നമസ്കാരങ്ങളുമാണ്. പ്രിയപ്പെട്ടവരെ, ആലോചിച്ച് നോക്ക്. തറാവീഹ് നമസ്കാരത്തിന് വന്നിട്ട് 8 റക്അത്ത് കഴിയുമ്പോൾ 10 റക്അത്ത് കഴിയുമ്പോൾ എങ്ങോട്ടിറങ്ങി പോവുകയായത്? ആരാ 8 റക്അത്ത് നമസ്കാരം പഠിപ്പിച്ചത്? അള്ളാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം ആ സഹാബ പ്രവാചകനിൽ നിന്ന് പഠിച്ച ബഹുമാനപ്പെട്ട ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു തആല അൻഹു, അദ്ദേഹമാണ് ആദ്യമായി തറാവീഹ് നമസ്കാരം ജമാഅത്തായിട്ട് നമ്മൾ ഇന്ന് നിസ്കരിക്കുന്ന ഈ രീതിയിൽ ഈ നിസ്കാരം നമുക്ക് കാണിച്ചു തന്നത്. ബഹുമാനപ്പെട്ട 2ാം ഖലീഫ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല 20 റക്അത്ത് നമസ്കാരം. എന്തിനാ പ്രിയപ്പെട്ടവരെ 20 റക്അത്ത് നമസ്കാരം കളഞ്ഞിട്ട് 8 റക്അത്ത് നമസ്കരിച്ചിട്ട് എവിടേക്ക് പോകുകയാ? ഈ പോയിട്ട് എന്തെടുക്കാൻ പോകുകയാ നിങ്ങൾ? അതുകൊണ്ട് എന്നെ ശബ്ദം ശ്രവിക്കുന്ന ഏതെങ്കിലും സഹോദരന്മാർ ഈ പള്ളിക്കുള്ളിലോ വെളിയിലോ 8 റക്അത്ത് നമസ്കരിച്ചിട്ട് ഇറങ്ങിപ്പോകുന്നുണ്ടെങ്കിൽ ആ പരിപാടി അവസാനിപ്പിക്കണം. 20 റക്അത്ത് തറാവീഹ് നമസ്കരിച്ച് അവസാനം 3 റക്അത്ത് വിത്ർ നമസ്കരിച്ച് അതിനുശേഷം മാത്രമേ പോകാവുള്ളൂ. ഒരു മാസകാലഘട്ടമല്ലേ ഉള്ളത്. ബാക്കി 11 മാസം നമ്മുടെ ഇഷ്ടാനുസരണം നമ്മൾ ജീവിക്കുമ്പോൾ ഒരു മാസം അല്ലാഹു പറഞ്ഞതുപോലെ രാത്രിയിൽ അല്പം അവന്റെ പള്ളിയിൽ കഴിഞ്ഞുകൂടാൻ എത്ര മടിയെന്താ പ്രിയപ്പെട്ടവരെ. അതുകൊണ്ട് വളരെ അപകടമാണ്.
ഇശാ നമസ്കാരം വൈകി വന്ന് നമസ്കരിക്കുന്നവർ, ഇശാ നമസ്കരിക്കാത്തവർ, തറാവീഹിന് വന്നിട്ട് ഇശാ നമസ്കരിക്കാതെ വിദ്ർ നമസ്കരിക്കാതെ പോകുന്നവർ, ഈ നമസ്കാരത്തിൽ അലസത കാണിക്കുന്നവർ അറിയണം, ഫവൈലുൽ ലിൽ മുസല്ലീൻ അല്ലദീന ഹും അൻ സ്വലാത്തിഹിം സാഹൂൻ. നമുക്കൊക്കെ പരിചയമുള്ള സാധാരണ മഗ്രിബ് നമസ്കാരത്തിനൊക്കെ നമ്മൾ പാരായണം ചെയ്യുന്ന ഒരു ചെറിയ സൂറത്ത്, സൂറത്തുൽ മാഊൻ. എന്താ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്? ഫവൈലുൽ ലിൽ മുസല്ലീൻ, നമസ്കാരക്കാർക്കാകുന്നു സർവനാശവും, അല്ലദീന അൻ സ്വലാത്തിഹിം സാഹൂൻ, നമസ്കാരത്തിൽ അശ്രദ്ധ കാണിക്കുന്നവർ, ശ്രദ്ധയില്ലാത്തവർ, നമസ്കാരത്തെ പരിഗണിക്കാത്തവർ, അതിന്റെ സമയങ്ങളെ പരിഗണിക്കാത്തവർ, ഇവർക്കാവുന്നു സർവനാശവും. പ്രിയപ്പെട്ട സഹോദരന്മാരെ, ഇത് ഒന്നിൽ നമസ്കാരം തീരെ നിർവഹിക്കാത്തവർ, ഈ ആയത്ത് വിശദീകരിച്ചുകൊണ്ട് പണ്ഡിതന്മാര് പറയുന്നു, ഒന്നിൽ തീരെ നമസ്കരിക്കാത്ത ആളുകൾ, അല്ലെങ്കിൽ നമസ്കാരത്തിന്റെ സമയങ്ങളെ തൊട്ട് നമസ്കാരത്തെ പിന്തിച്ച്, നമ്മൾ സാധാരണ പറയുന്നത് പോലെ ഒക്കുമ്പ സെല്ലി അല്ലെ, തോന്നുമ്പോൾ നമസ്കരിക്കുന്നവർ, ഒരു ദിവസം ഒരു മഗ്രിബ് നമസ്കരിക്കുന്നവർ, അല്ലെങ്കിൽ ഒരാഴ്ച കേവലം ഒരു ജുമാ മാത്രം നമസ്കരിക്കുന്നവർ, ഇങ്ങനെ തോന്നുന്നത് പോലെ നമസ്കരിക്കുന്നവർ, അല്ലെങ്കിൽ നമസ്കാരത്തിൽ അശ്രദ്ധരായിട്ട് കഴിഞ്ഞു കൂടുന്നവർ, ഇങ്ങനെ 3 വ്യാഖ്യാനമാണ് ഈ ആയത്ത് വിശദീകരിച്ചുകൊണ്ട് മുഫസ്സിരീങ്ങൾ പറയുന്നത്. എന്തായാലും നമസ്കാരത്തിൽ അശ്രദ്ധ കാണിക്കൽ വലിയ അപകടമാണ്. വിശുദ്ധ ഖുർആനിന്റെ മറ്റൊരു ഭാഗത്ത് സൂറത്തുൻ നിസാ 142-ാമത്തെ ആയത്തിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല നമസ്കാരത്തിൽ അലസത കാണിക്കുന്നവരെ കുറിച്ച് പറഞ്ഞത് അവർ മുനാഫിഖീങ്ങളാണെന്നാണ്. അല്ലാഹു നമ്മളെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. മുനാഫിഖീങ്ങളാണ്. ആരാണ് മുനാഫിഖീങ്ങൾ? ഇന്നൽ മുനാഫിഖീന യുഖാദിഊന അല്ലാഹ വഹുവ ഖാദിഉഹും. ആരാണ് മുനാഫിഖീങ്ങൾ? തീർച്ചയായും കപട വിശ്വാസികൾ അല്ലാഹുവെ വഞ്ചിക്കാൻ നോക്കുകയാണ്, എന്നാൽ യഥാർത്ഥത്തിൽ അല്ലാഹു അവരെ വഞ്ചിച്ചുകൊണ്ടിരിക്കുന്നു. എന്നിട്ട് അല്ലാഹു പറയുകയാണ്, ഇദാ ഖാമു, അല്ലാഹുവിനെ വഞ്ചിക്കാൻ ശ്രമിക്കുന്നവരാണ് ഈ മുനാഫിഖീങ്ങൾ. അവരുടെ രണ്ടാമത്തെ അടയാളം ഇദാ ഖാമു, അവർ നമസ്കാരത്തിന് വേണ്ടി നിന്നാൽ ഖാമു കുസാല, അവർ മടിയന്മാരായിട്ടായിരിക്കും നിസ്കരിക്കുന്നത്, ഉദാസീനരായിക്കൊണ്ടായിരിക്കും അവർ നമസ്കരിക്കുന്നത്. യുറാഊന നാസ, ജനങ്ങളെ കാണിക്കാൻ വേണ്ടിയായിരിക്കും അവർ നമസ്കരിക്കുക. വലാ യദ്കുറൂനല്ലാഹ ഇല്ലാ ഖലീല, ആ നമസ്കാരത്തിൽ അല്ലാഹുവിനെ അല്പം മാത്രമേ അവർ ഓർക്കുകയുള്ളൂ. എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ, ഈ ഒരു സ്വഭാവം നമ്മളിൽ ഉണ്ടാകാൻ പാടില്ല. നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം, നമ്മൾ സൂക്ഷിക്കണം. നമസ്കാരത്തിൽ പരമാവധി ഹൃദയ സാന്നിധ്യത്തോടുകൂടി, അച്ചടക്കത്തോടുകൂടി, ഖുശൂഅോടുകൂടി, ഭയഭക്തിയോടുകൂടി നമ്മൾ നമസ്കരിക്കണം. ഈ നമസ്കാരം ആരെയും കാണിക്കാൻ വേണ്ടിയല്ല, റബ്ബിനെ കാണിക്കാൻ വേണ്ടി മാത്രമാണ്. റബ്ബിന്റെ പ്രതിഫലം മാത്രം ആഗ്രഹിച്ചുകൊണ്ടായിരിക്കണം. ജനങ്ങളെ കാണിക്കാൻ വേണ്ടി റമളാനായിട്ട് ഞാൻ പള്ളിയിൽ പോയില്ലെങ്കിൽ അവരെന്ത് വിചാരിക്കും? അതല്ല, ആളുകൾ എന്തും വിചാരിക്കട്ടെ, ആളുകളെ കാണിക്കുന്നതല്ല പ്രധാനം, റബ്ബിനെ കാണിക്കലാണ് പ്രധാനം. അങ്ങനെ ആളുകളെ കാണിക്കാൻ വേണ്ടി വരുമ്പോഴാണ് കാമു കുസാല, മടിയന്മാരായി അലസന്മാരായി നമസ്കരിക്കുക. അവരാണ് 8 വഖത്ത് കഴിയുമ്പോൾ ഇറങ്ങിപ്പോകുക. അവസാനത്തെ ഭാഗത്ത് വിത്രിന് മുമ്പ് വന്ന് കയറുന്നത് അത്തരത്തിലുള്ള ആളുകളാണ്, അലസന്മാർ, മടിയന്മാർ. അല്ലാഹുവിനെ കുറിച്ചൊരു സ്മരണയും അവരുടെ നമസ്കാരത്തിലില്ല. അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരന്മാരെ, പരിശുദ്ധമായ റമദാൻ മാസം നോമ്പൊടിച്ചാൽ മാത്രം പോരാ, നിസ്കരിച്ചാൽ പോരാ, കൃത്യമായി നമസ്കരിച്ചില്ലെങ്കിൽ ഈ റമദാൻ നമുക്ക് ഫലപ്പെടുകയില്ല, ഈ നോമ്പ് പരലോകത്ത് നമുക്ക് ഉപകരിക്കുകയില്ല. നമസ്കാരമാണ് ഏറ്റവും പ്രധാനം. ആഖിറത്തിൽ അല്ലാഹു ആദ്യമായി ചോദിക്കുന്നത് നമസ്കാരത്തെ കുറിച്ചാണ്. അവ്വലുമാ യുഹാസബു ബിഹിൽ അബ്ദു യൗമൽ ഖിയാമ അസ്സലാത്ത് ഖാല റസൂലുള്ളാഹി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞില്ലേ, ആദ്യമായി അമലുകളെ വിചാരണ ചെയ്യപ്പെടുമ്പോൾ അല്ലാഹു ആദ്യമായി ഒരു ദാസനോട് ചോദിക്കുന്നത് നമസ്കാരത്തെ കുറിച്ചാണ്. എന്നിട്ട് നോമ്പിനെ കുറിച്ച് ചോദിക്കൂ, എന്നിട്ട് സകാത്തിനെ കുറിച്ച് ചോദിക്കൂ, എന്നിട്ട് അല്ലാഹു ഹജ്ജിനെ കുറിച്ച് ചോദിക്കൂ. ആദ്യം ചോദിക്കും നമസ്കാരം. നിസ്കരിച്ചോ?
ഭയഭക്തിയോടുകൂടി നിസ്കരിച്ചോ? കൃത്യനിഷ്ഠയോടുകൂടി നമസ്കരിച്ചോ? അള്ളാഹു ചോദിക്കും. അള്ളാഹുവിന്റെ ചോദ്യത്തിന് നമ്മൾ മറുപടി പറയണ്ടേ? അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഭയഭക്തിയോടുകൂടി നിസ്കരിക്കണം. ഭയഭക്തിയോടുകൂടി. അവ്വലു ശൈഇൻ യുർഫഉ മിൻ ഹാദിഹിൽ ഉമ്മ അൽ ഖുശൂഉ ഹത്താ ലാ തറാ ഫീഹാ ഖാശിഅ. മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, അവസാന കാലഘട്ടമാകുമ്പോൾ എന്റെ ഉമ്മത്തിൽ നിന്നും, എന്റെ ഉമ്മത്തിന്റെ ഹൃദയത്തിൽ നിന്നും ആദ്യമായി ഉയർത്തപ്പെടുന്നത് അൽ ഖുശൂഉ, ഭയഭക്തിയാണ്. ഒരുപാട് നിസ്കാരക്കാരുണ്ടാകും, നാട്ടിൽ ഒരുപാട് പള്ളികൾ ഉണ്ടാകും, ആ പള്ളികളിൽ ധാരാളം നമസ്കാരക്കാരും ഉണ്ടാകും. പക്ഷെ ലാ തറാ ഫീഹാ ഖാശിയ, ഭയഭക്തിയോടുകൂടി നമസ്കരിക്കുന്ന ഒരു നിസ്കാരക്കാരന് കാണൂല. ലോകാവസാനത്തിന്റെ അടയാളമാണ്. ആലോചിച്ച് നോക്കി, എത്ര പേരാണ് ഭയഭക്തി, നമുക്ക് എത്ര ഭയഭക്തി കിട്ടുന്നുണ്ട് പ്രിയപ്പെട്ടവരെ? എത്ര ശ്രദ്ധ കേന്ദ്രീകരിച്ച് ഹൃദയ സാന്നിധ്യത്തോടുകൂടി നമുക്ക് നമസ്കരിക്കാൻ കഴിയുന്നുണ്ട്? നമ്മുടെ ശരീരം, നമ്മുടെ തടി പള്ളിയിലായിരിക്കും, നമ്മുടെ മനസ്സ് കടിഞ്ഞാലില്ലാത്ത കുതിരയെ പോലെ പാറി പറക്കുകയല്ലേ? അല്ലേ? പാറുവാണ് നമ്മുടെ മനസ്സ്. ഹൃദയത്തെ കേന്ദ്രീകരിക്കാൻ, ആ ഹൃദയ സാന്നിധ്യത്തോടുകൂടി നമസ്കരിക്കാൻ നമ്മളെ കൊണ്ട് കഴിയുന്നില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ഫർളായ നമസ്കാരം ആയി, ഫർളായ നമസ്കാരം ഹാജരായി, ഫയഹ്സിനു വുളൂഅഹ, ആ നമസ്കാരത്തിന്റെ വുളൂഇനെ നന്നാക്കി, വഖുശൂഅഹ, ആ നമസ്കാരത്തിൽ ഭക്തിയോടുകൂടി ആ നമസ്കാരം നിർവഹിച്ചു, വറുകൂഅഹ, അതിന്റെ റുകൂഉം സുജൂദുമൊക്കെ യഥാക്രമം പൂർത്തീകരിച്ച് നിർവഹിച്ചു, ഇല്ലാ കാനത്ത് കഫാറത്തൻ ലിമാ ബൈ ഖബ്ലഹാ മിനദ്ദുനൂബ്, ആ നമസ്കാരത്തിന് മുമ്പുള്ള സർവ്വ പാപങ്ങളും ആ നമസ്കാരം കൊണ്ട് അല്ലാഹു പുറത്തു കൊടുക്കും എന്ന് നബി മുഹമ്മദ് മുസ്തഫ. മാലം യുഅ്തി കബീറത്തൻ, വൻപാപം ചെയ്യാതിരുന്നാൽ എല്ലാ ചെറുപാപങ്ങളും ഒരു നമസ്കാരം കൊണ്ട് അല്ലാഹു തആല പുറത്തു കൊടുക്കും. പക്ഷെ ഒരു നിബന്ധന. എന്താ നിബന്ധന? വുളൂ നന്നാക്കണം. നമ്മുടെ വുളൂവിന്റെ അവയവങ്ങൾ പരിപൂർണമായിട്ട് നനയണം. അതിന്റെ ഷർത്തും സുന്നത്തും ഒക്കെ പാലിച്ചുകൊണ്ട് വുളൂ ചെയ്യണം. രണ്ടാമതായി ഹബീബായ തങ്ങൾ പറഞ്ഞത് വഖുശൂഅഹ, നമസ്കാരത്തിൽ ഭക്തിയോടുകൂടി നമസ്കരിക്കണം. അത് ഏറ്റവും പ്രധാനമാണ് പ്രിയപ്പെട്ടവരെ. ഭക്തി, ഈ ഹൃദയ ഭയഭക്തി, ഇത് രണ്ട് രീതിയിലാണ്. ഒന്ന് ഖുശൂഉൽ ജവാരിഹ്, അവയവങ്ങളുടെ ഭക്തി. അവയവങ്ങളുടെ ഭക്തി എന്ന് പറഞ്ഞാൽ എന്താ? നമസ്കരിക്കുമ്പോൾ നന്നായിട്ട് നിന്ന് നമസ്കരിക്കും, അനക്കമടങ്ങി. വെളിയിൽ നിന്ന് ആരെങ്കിലും നോക്കുവാണെങ്കിൽ നല്ല നമസ്കാരക്കാരനാണ് എന്ന് പറയും. പക്ഷെ അയാളുടെ ഹൃദയം മറ്റെവിടെയോ ആയിരിക്കും. എന്നാൽ രണ്ടാമത്തെ ഭക്തി ഖുശൂഉൽ ഖൽബി, ഹൃദയത്തിന്റെ ഭക്തിയാണ്, ഹൃദയ സാന്നിധ്യമാണ്. ഹൃദയ സാന്നിധ്യത്തോടുകൂടി നമസ്കരിക്കണം. ശരീരത്തിൽ ഭക്തി ഉണ്ടാകുന്നതിൽ കൂടുതൽ നമ്മുടെ മനസ്സിനാണ് ഭക്തി ഉണ്ടാകേണ്ടത്. കാരണം പ്രവാചകൻ പറഞ്ഞു, ലാ യഖ്ബലുല്ലാഹു മിൻ അബ്ദിൻ അമലൻ ഹത്താ യുഹ്ളിറ ഖൽബഹു മഅ ബദനിഹി, ശരീരത്തോടൊപ്പം ഹൃദയവും ആ അമലിൽ പങ്കെടുത്തില്ലെങ്കിൽ, ഹൃദയ സാന്നിധ്യം ഉണ്ടായില്ലെങ്കിൽ അല്ലാഹു ആ അമല് സ്വീകരിക്കുകയില്ല. മനസ്സിലായോ? നമസ്കരിക്കുമ്പോൾ നമസ്കാരത്തിൽ ഹൃദയം, ചിന്ത നമസ്കാരത്തിലായിരിക്കണം. ചിന്ത മനസ്സ് കാടി കയറിപ്പോയി ശരീരം കൊണ്ട് ഇവിടെ നിന്ന് നമസ്കരിച്ചാൽ ആ നമസ്കാരം അല്ലാഹു തആല സ്വീകരിക്കുകയില്ല എന്നായി പറഞ്ഞതിന്റെ അർത്ഥം ഭയഭക്തിയുള്ള നമസ്കാരക്കാരായി അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രിയപ്പെട്ടവരെ, എന്താ നിങ്ങൾ ആമീൻ പറയാത്തെ? നല്ല ഭക്തിയോടുകൂടി നിസ്കരിക്കുന്നവരായി അല്ലാഹു നമ്മളെ അനുഗ്രഹിക്കുമാറാകട്ടെ. ഒന്ന് രണ്ട് കാര്യങ്ങളെ പറഞ്ഞോട്ടെ. ഈ ഭക്തി നമ്മൾ റമളാൻ മാസത്തിൽ, ഇത് ഞാൻ പറയാൻ കാരണം ഇത്തരത്തിലുള്ള കാര്യങ്ങൾ കൂടുതലും കാണാൻ കഴിയുന്നത് റമളാൻ മാസത്തിലാണ്. അതുകൊണ്ട് നമ്മുടെ നമസ്കാരത്തിൽ ഭക്തി ഉണ്ടാകാൻ പ്രധാനമായും നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, വുളൂ നന്നായിട്ട് ചെയ്യണം കേട്ടോ. കാലിങ്ങനെ പൊക്കിപ്പിടിച്ച് കാലിന്റെ ഏതെങ്കിലും ഭാഗം നനയാതെ വന്നാൽ, വുളൂവിന്റെ ഏതെങ്കിലും അവയവത്തിൽ വെള്ളം ചേരാതെ വന്നാൽ വുളൂ നഷ്ടപ്പെട്ടു പോകും, വുളൂ ശരിയാകുകയില്ല. അപ്പൊ വുളൂ നന്നായിട്ട് ചെയ്യണം. രണ്ടാമതായി പറഞ്ഞത് ഖുശൂ ആണ്, ഭയഭക്തി. ഈ ഭക്തി ഉണ്ടാകാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പല കാര്യങ്ങളും പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. അതിൽ പ്രധാനപ്പെട്ട ഒന്ന് രണ്ട് കാര്യങ്ങൾ പറഞ്ഞ് ഞാൻ പെട്ടെന്ന് അവസാനിപ്പിക്കാം. അതിൽ ഒന്നാമത്തത്, പ്രിയപ്പെട്ട സഹോദരന്മാരെ,
സഫ് നിൽക്കലാണ്. നമ്മൾ നമസ്കാരത്തിൽ പള്ളിയിൽ വന്നിരിക്കുന്നവര് പോലും സഫ് തെടിക്കാൻ എന്തിനു മടിയാന്നല്ലോ വെച്ചേക്കെ. പള്ളിയിലൊക്കെ വന്നിങ്ങനെ ചാരി ഭിത്തിയിലിരിക്കും. ഇക്കാമത്ത് കൊടുക്കുമ്പോൾ നമ്മളിങ്ങനെ പുറകിന്ന് ഇങ്ങനെ ആ കണ്ണുകൊണ്ട് അങ്ങേ കാണിക്കുക, എഴുന്നേറ്റോ കയറിയുന്നോ, എല്ലാരും നിന്ന് കഴിഞ്ഞ് ഏറ്റവും പുറകെ ഞാൻ നിന്നോളാം. ഇതാണ് സഫിൽ കയറി നിൽക്കാൻ ഭയങ്കര മടിയാണ്. സഫ് പൂർത്തിയാക്കുക എന്നുള്ളത് അത് നമസ്കാരത്തിന്റെ പൂർണ്ണതയിൽ പെട്ടതാണെന്ന് നബി മുഹമ്മദ് മുസ്തഫ. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ, സഫ് നിൽക്കാൻ അമാന്തിച്ച് നിൽക്കരുത് കേട്ടോ. സഫ് പൂർത്തിയാക്കി നിൽക്കണം. ഖദ് സലാഹ് എന്ന് പറയുമ്പോൾ എന്ന് പറഞ്ഞുകൊണ്ട് എഴുന്നേക്കണം, സഫ് നിൽക്കണം. എപ്പോഴാ സഫ് നിൽക്കേണ്ടത്? എന്ന് പറയുമ്പോൾ എഴുന്നേറ്റ് നിൽക്കണം. ഇനി എല്ലാവരും ശ്രദ്ധിക്കണം ഇത്. എന്നിട്ടോ ഒന്നാമത്തെ സഫിൽ നിൽക്കാൻ വേണ്ടി എല്ലാവരും ശ്രമിക്കണം. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അല്ലാഹുവിന്റെ മലക്കുകളും ഒന്നാമത്തെ സഫുകാർക്ക് വേണ്ടി സ്വലാത്ത് ചെല്ലുന്നതാണ്. എന്ന് പറഞ്ഞാൽ ഒന്നാമത്തെ സഫുകാർക്ക് അല്ലാഹുവിന്റെ പ്രത്യേകമായ കാരുണ്യം ചൊരിഞ്ഞു കൊടുക്കും. മലക്കുകൾ അവരുടെ പാപമോചനത്തിന് വേണ്ടി അവർക്ക് കാരുണ്യമുണ്ടാകാൻ അല്ലാഹുവിനോട് പ്രാർത്ഥിക്കും. ഇത് കേട്ടവ സഹാബാക്കള് ചാടി എഴുന്നേറ്റിട്ട് പറഞ്ഞു, രണ്ടാമത്തെ സഫുകാർക്കും ഈ ഗുണം വേണം നബിയെ. രണ്ടാമത്തെ സഫുകാർക്കും അല്ലാഹു റസൂൽ പറഞ്ഞു, ഇല്ല, ഒന്നാമത്തെ സഫ്. വീണ്ടും സഹാബത്ത് നമ്മളെ പോലല്ല, കേട്ടമൽ ചെയ്യാൻ അള്ളാഹുവിന്റെ കാരുണ്യവും മലക്കുകളുടെ പ്രാർത്ഥനയും ആഗ്രഹമുള്ള സഹാബത്ത് പറഞ്ഞു, രണ്ടാമത്തെ സഫുകാർക്കും അള്ളാഹുവിന്റെ കാരുണ്യം വേണം. എല്ലാവർക്കും ഒന്നാമത്തെ സഫിൽ നിൽക്കാൻ പറ്റൂലല്ലോ. എങ്ങനെ ഒന്നാമത്തെ സഫിൽ എല്ലാവർക്കും നിൽക്കാൻ പറ്റുക? രണ്ടാമത്തെ സഫുകാർക്കും. അപ്പൊ അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, രണ്ടാമത്തെ സഫ്. അപ്പൊ ഒന്നാമത്തെ സഫുകാർക്കും രണ്ടാമത്തെ സഫുകാർക്കും അള്ളാഹുവിന്റെ പ്രത്യേകമായ കാരുണ്യം ഉണ്ടാകും. മലക്കുകളുടെ പാപമോചനത്തിന് വേണ്ടിയുള്ള കാരുണ്യത്തിന് വേണ്ടിയുള്ള പ്രാർത്ഥന ഉണ്ടാകും. അതുകൊണ്ട് ഇഖാമത്ത് കൊടുത്താൽ ഫസ്റ്റ് സഫ്, അത് സഫിന്റെ വലതുഭാഗത്തേക്കാൻ വേണ്ടി മത്സരിക്കണം കേട്ടോ. പുറകോട്ടല്ല മത്സരിക്കേണ്ട, മുമ്പോട്ട് മത്സരിക്കണം. ഇനി സഫിൽ എവിടെങ്കിലും ഒരു വിടവ് കണ്ടാലോ ആ വിടവ് നികത്താൻ വേണ്ടി അങ്ങോട്ട് കയറി വരണം. നമ്മുടെ ഈ തൈക്കാവിലൊക്കെ നിസ്കരിക്കുമ്പോ ഓരോ സഫിന്റെ അങ്ങേയറ്റത്ത് ഇങ്ങേറ്റത്തേക്ക് എന്ത് ഇടയാ കിടക്കണം. സഫ് പൂർത്തീകരിക്കരുത്. അറിയത്തില്ലാത്തത് കൊണ്ടാണെങ്കിൽ എന്റെ പ്രിയപ്പെട്ടവരെ, ഇന്ന് അറിയണം, ഇനി അത് പ്രവർത്തിക്കണം. നമ്മൾ സഫിലുള്ള ഒരു വിടവ് നികത്താൻ വേണ്ടി നമ്മൾ വെക്കുന്ന ചുവട്ടടി, ആ ചുവട്ടടിയാണ് അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട ചുവട്ടടി എന്ന് നബി മുഹമ്മദ് മുസ്തഫ. നിസ്കാരത്തിലേക്ക് നടന്നു വരുന്നതല്ല, കേവലം പള്ളിയിൽ നിന്നും ആ പുറകിൽ ഇരിക്കുന്ന നമ്മൾ ഫ്രണ്ടിൽ ഒരു സഫുണ്ട്, ആ സഫിൽ ഒരാൾക്ക് നിൽക്കാനുള്ള ഇടയുണ്ടെങ്കിൽ ആ ഇട നികത്താൻ വേണ്ടി, ആ സഫ് പൂർത്തീകരിക്കാൻ വേണ്ടി വെക്കുന്ന കാൽ ചുവട്ടടി, ആ ചുവട്ടടിയാണ് അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട ചുവട്ടടി. ആര് സഫ് പൂർത്തീകരിക്കുന്നോ അള്ളാഹുവിന്റെ കാരുണ്യത്തിലേക്ക് അള്ളാഹുവിനെ ചേർത്ത് നിർത്തും. അള്ളാഹുവിന്റെ സ്വർഗത്തിലേക്ക് അവനെ ചേർത്ത് നിർത്തും. പ്രിയപ്പെട്ടവരെ, ഇനി ഒരുപാട് കാര്യങ്ങളുണ്ട്. ഇൻഷാ അല്ലാഹ് നമുക്ക് അവസരം പോലൊക്കെ പറയാം. എനിക്ക് ഒറ്റ കാര്യമുള്ളൂ പറയാൻ. നമ്മൾ സഫ് നിൽക്കുമ്പോൾ പൂർത്തീകരിച്ച് നിൽക്കണം. ഇശാ നമസ്കാരത്തിന്റെ ജമാഅത്ത് നഷ്ടപ്പെടുത്തി കളയരുത്. എല്ലാവരും തറാവീഹിന് ഇവിടെ 8:30 നിസ്കാരം തുടങ്ങും. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയില്ലോ. നേരത്തെ പോകേണ്ടവർ ഇവിടെ വരണം. 8:30 ഇവിടെ ഇശാ നമസ്കാരത്തിന് ഇവിടെ വരണം. ഇനി അതിന് പറ്റാത്തവർ 9 മണിക്ക് തൈക്കാവിൽ വരണം. അല്ലെങ്കിൽ അതിനും പറ്റാത്തവർ 8:45 നമസ്കാരം നടക്കുന്ന പള്ളി വേറെ ഉണ്ടല്ലോ, അവിടെ പോയിട്ട് നിങ്ങൾ എവിടെയെങ്കിലും പോകണം. പക്ഷേ തറാവീഹിന് മുമ്പുള്ള ഇശാ നമസ്കാരം ഫർളാണ്, അത് നഷ്ടപ്പെടുത്തി കളയരുത്. ആ തറാവീഹിന്റെ അവസാനം ഇശാ നമസ്കാരത്തോടൊപ്പം നിർവഹിക്കുന്ന വിത്ർ നമസ്കാരം അത് നഷ്ടപ്പെടുത്തി കളയരുത്. തറാവീഹ് നമസ്കാരം പരമാവധി മാക്സിമം ഇൻഷാ അല്ലാഹ് ഹൃദയ സാന്നിധ്യത്തോടെ അച്ചടക്കത്തോടെ നമസ്കരിക്കാൻ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. അവസാനമായി പ്രവാചകൻ പറഞ്ഞു, ഞാൻ പറഞ്ഞല്ലോ, ഈ നമസ്കാരം നമുക്ക് തന്നത്, നോമ്പ് അല്ലാഹു നമുക്ക് തന്നത്, എല്ലാം അല്ലാഹു ഈ റമദാനിലെ പ്രത്യേക ഇബാദത്തുകളൊക്കെ നമുക്ക് സമ്മാനിച്ചത് നമ്മുടെ പാപങ്ങൾ പൊറുപ്പിച്ച്
അള്ളാഹുവിന്റെ സ്വർഗത്തിലേക്ക് നമ്മളെ ചേർക്കുന്നതിന് വേണ്ടിയാണ്. അവസാനം പ്രിയപ്പെട്ട സഹോദരന്മാരെ, വമൻ അദറക റമളാൻ, പരിശുദ്ധമായ റമളാൻ മാസം സമാഗതമായിട്ട് ഫലം യുഗ്ഫർ ലഹു, പാപങ്ങൾ പൊറുക്കപ്പെടാതെ ആരെങ്കിലും മരിച്ചുപോയാൽ അള്ളാഹുവിന്റെ ശാപം അവനുണ്ടാകട്ടെ എന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ 14 മുമ്പ് മദീനത്തെ പള്ളിയുടെ പവിത്രമായ മിമ്പറിന്റെ പടികളിൽ നിന്നുകൊണ്ട് ആമീൻ പറഞ്ഞെങ്കിൽ അത് പ്രാർത്ഥിച്ചത് ജിബ്രീൽ. പരിശുദ്ധ റമളാൻ വന്നു, പാവങ്ങൾ പൊറുക്കപ്പെടാതെ ഒരാൾ മരിച്ചുപോയാൽ എന്ന് പറഞ്ഞാൽ റമളാൻ മാസത്തിൽ തോന്നിവാസം ജീവിച്ചു, നോമ്പ് പിടിക്കാതെ, തറാവീഹ് നമസ്കരിക്കാതെ, ഒരു ഖുർആൻ ഒരു പേജ് പോലും ഓതാതെ തോന്നിവാസം ജീവിച്ചാൽ, പരിശുദ്ധ റമളാനിന്റെ പവിത്രത നഷ്ടപ്പെടുത്തി കളഞ്ഞ് അവഹേളിച്ചുകൊണ്ട് ജീവിച്ചാൽ അള്ളാഹുവിന്റെ ശാപം അവനുണ്ടാകട്ടെ എന്ന് ജിബ്രീൽ അലൈഹിസ്സലാം പറ. ജിബ്രീൽ അലൈഹിസ്സലാം മിമ്പറിൽ നിന്നുകൊണ്ട് അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു ആമീൻ. ആരാ ദുആ ചെയ്ത്? മുഖർറബുൽ മലക്ക് ജിബ്രീൽ. ആരാ ആമീൻ പറഞ്ഞത്? സയ്യിദുൽ ബശർ മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരെ, ഞാൻ പറയുന്നു, ഇന്ന് വരെ നോമ്പ് പിടിക്കാൻ ആർക്കെങ്കിലും, ബഹുഭൂരിപക്ഷം ആൾക്കാരും സഹോദരന്മാരും പല പള്ളികളിലും പോകുന്നുണ്ട്, നമസ്കരിക്കുന്നുണ്ട് ഒക്കെ. ആർക്കെങ്കിലും നോമ്പ് പിടിക്കാൻ മനഃപൂർവ്വം നോമ്പ് ഉപേക്ഷിച്ച് നടക്കുന്നുണ്ടെങ്കിൽ, ഇതുവരെ പള്ളിയിലേക്ക് തിരിഞ്ഞു നോക്കാൻ തയ്യാറാകാത്ത ആരെങ്കിലും ഈ ശബ്ദം കേൾക്കുന്നുണ്ടെങ്കിൽ, ഇനിയുള്ള ദിനരാത്രങ്ങൾ, നഷ്ടപ്പെടുത്തി കളഞ്ഞ ദിവസങ്ങളിൽ ചെയ്തു പോയ ആ തിന്മകളെ കുറിച്ച് ഏറ്റു പറഞ്ഞിട്ട് അള്ളാഹിനോട് പടച്ചവനെ, ഇന്ന് മുതൽ ഞാൻ എല്ലാ തറാവീഹിനും വരും അല്ലാഹുവേ, എല്ലാ നോമ്പും ഞാൻ പിടിച്ചോളാം പടച്ചവനെ എന്ന് പറഞ്ഞ് തൗബ ചെയ്ത് പ്രിയപ്പെട്ടവരെ, നമ്മുടെ പള്ളികളൊക്കെ സജീവമാകട്ടെ, നമ്മുടെ പള്ളികളൊക്കെ സജീവമാകട്ടെ, പള്ളികളൊക്കെ ഉണരട്ടെ. അതുകൊണ്ട് സാധാരണ ഒരു മാസത്തെ ആ ഒരു ലാഘവത്തോടെ റമളാനെ കാണരുതേ പ്രിയപ്പെട്ടവരെ. നമുക്ക് കിട്ടിയൊരു വലിയ അവസരം, ഞാൻ ആവർത്തിച്ച് പറയുന്നു, വരുന്ന റമളാനിൽ ആർക്കറിയാം അല്ലെ? മനുഷ്യൻ നിന്ന നിപ്പിൽ പിടഞ്ഞു വീണ് മരിക്കുകയാണ്, സ്ട്രോക്ക് വന്ന് തളർന്നു പോകുകയാണ് മനുഷ്യൻ, അറ്റാക്ക് കൊണ്ട് പിടഞ്ഞു മരിക്കുന്നു. ഇതൊക്കെ നമ്മൾ വാർത്തകൾ വായിച്ചുകൊണ്ടിരിക്കുകയല്ലേ? അത് ആർക്ക് അടുത്ത സമയത്ത് സംഭവിക്കാൻ വഴിയാ? എനിക്ക് സംഭവിച്ചുകൂടെ? നിങ്ങൾക്ക് ഓരോരുത്തർക്കും സംഭവിച്ചുകൂടെ? അള്ളാഹു നമുക്ക് ദീർഘായുസ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഒന്നുകൂടെ, അള്ളാഹു നമുക്ക് ദീർഘായുസ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അതുകൊണ്ട് ഇൻഷാ അല്ലാഹ് ഇനിയുള്ള ദിവസങ്ങൾ നമ്മുടെ പള്ളികൾ സജീവമായിരിക്കണം. ഇടയത്താഴം കഴിഞ്ഞ് നിങ്ങളെല്ലാവരും നിങ്ങളുടെ വീടിന്റെ അടുത്തുള്ള പള്ളികളിൽ പോയി സുബഹി നമസ്കാരം ജമാഅത്തായിട്ട് നിർവഹിക്കണം. ഓരോരുത്തരുടെയും സമയവും സന്ദർഭവും അനുസരിച്ച് തറാവീഹിന് മുമ്പ് തറാവീഹിന് നിസ്കരിക്കാൻ വരുമ്പോൾ ഇശാ നമസ്കാരത്തിന്റെ ജമാഅത്ത് നഷ്ടപ്പെട്ടു പോകാതെ ഇശാ നമസ്കാരത്തിന്റെ ജമാഅത്തിലും എല്ലാവരും പങ്കാളികളാകണം. വിത്ർ നമസ്കാരത്തിന്റെ കാര്യത്തിലും എല്ലാവരും ശ്രദ്ധയുള്ളവരാകണം. അള്ളാഹു എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ.